കുറെ പിള്ളേർ എവിടെയോ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി പോയി തട്ടമിട്ട് പർദ്ദയിട്ട് അവര് പോട്ടെ, അവര് സിനിമ കാണട്ടെ. പോരാ, സിനിമയിൽ ദുആരക്കുന്നു ഏതോ ഒരു ഉസ്താദ്. അപ്പൊ പിള്ളേരിരുന്ന് ആമീൻ പറയുന്നു, അവരാമീൻ പറയട്ടെ. ഇത് 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 ദുനിയാവാണ്. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. നിങ്ങൾക്ക് നിസ്കരിക്കാതെ നടക്കണോ നടക്കാം. നിങ്ങൾക്ക് സിനിമ കാണേണ്ട ആളുകൾക്ക് കാണാം, കാണാത്ത ആളുകൾക്ക് കാണണ്ട. വഅദിന് വരേണ്ട ആളുകൾക്ക് വരാം, വഅദിന് വരേണ്ടാത്തവർക്ക് വരണ്ട. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഈ ദീനിൽ ഒരു ബലാത്കാരവുമില്ല. ഈ ദീനിൽ ഒരു ബലാധിഷ്ഠിതമായ പ്രവർത്തനവും ചേർക്കലുമില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ദീൻ പറയുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് കേൾക്കാതിരിക്കാം. അത് ദുനിയാവിന്റെ വ്യവസ്ഥിതി അങ്ങനെയാണ്. അല്ലാഹു ദുനിയാവിനെ വെച്ചതങ്ങനെയാണ്. ദുനിയാവിൽ അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകളുണ്ട്, അല്ലാഹുവിനെ അനുസരിക്കാത്ത ആളുകളുണ്ട്. ഖുർആനിലെ ഓരോ അധ്യായവും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ പടച്ചവൻ. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവനായ അല്ലാഹു എന്നാണ്. അതുകൊണ്ടിവിടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം. പർദ്ദയിട്ടുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് സിനിമ കാണണമോ നിങ്ങൾക്ക് കാണേണ്ടവർക്കത് കാണാം. നിങ്ങൾക്ക് കള്ള് കുടിക്കണമോ കുടിക്കേണ്ടവർക്ക് കുടിക്കാം. നിസ്കരിക്കാതെ നടക്കണമോ നിങ്ങൾക്ക് വേണ്ടവർക്ക് അങ്ങനെ നടക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഈ ദീനിൽ മതത്തിൽ ബലാത്കാരമില്ല. ആരോടും കമ്പൽ ചെയ്തൊരു കാര്യവും പറയുന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരത്തലികൾ ഉയർന്നു കേൾക്കുമ്പോൾ നിങ്ങൾ ഏതു പ്രവർത്തനത്തിലായിരുന്നാലും നിങ്ങൾ കൃത്യമായി 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കണേ. നിങ്ങൾ ആ പടച്ചവന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കണേ. നിസ്കാരം ഒഴിവാക്കല്ലേ. ഇതെനിക്ക് പറയാം. നിങ്ങളിൽ എത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിസ്കരിക്കാം, നിസ്കരിക്കാതിരിക്കാം. ഹറാമ് കാണല്ലേ, ഹറാമിന് പോകല്ലേ, ഹറാമിലേക്ക് വേണ്ടി പണം സമ്പാദിക്കല്ലേ. ഹറാമായ പണം സമ്പാദിച്ച് ഹറാമിലേക്ക് സഞ്ചരിച്ചു പോകല്ലേ. ഇത് ദീനിന്റെ അധ്യാപനമാണ്. നിങ്ങൾക്ക് ഹറാമ് ചെയ്താലേ മതിയാവുള്ളൂ എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഹറാമ് ചെയ്യാൻ നിങ്ങൾക്ക് അല്ലാഹു ഇവിടെ അവസരം തന്നിട്ടുണ്ട്. അത് ദുനിയാവിൽ പടച്ചവൻ വെച്ച വ്യവസ്ഥിതിയാണ്. അതാ സിനിമയിൽ വന്നിട്ട് ദുആ ഇറക്കുകയാണ് ആയിക്കോട്ടെ, ബാങ്ക് വിളിക്കുകയാണ് ആയിക്കോട്ടെ, ഖുർആൻ പാരായണം ചെയ്യുകയാണ് ആയിക്കോട്ടെ, അത് മറ്റൊരു ലോകമാണ്. നമുക്കുള്ള ലോകമല്ല സിനിമ, നമുക്കുള്ള ലോകമല്ല ഡ്രാമാസുകൾ, നമുക്കുള്ള ലോകമല്ല നോവൽസുകൾ, നമുക്കുള്ള ലോകമല്ല സ്റ്റോറീസുകൾ. അത് മറ്റൊരു ലോകമാണ്. അതിന്റെ ആളുകൾ അവിടെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുകയാണ്. അവർക്ക് വേണ്ടത് റീച്ചുകളാണ്. അവർക്ക് വേണ്ടത് അവരിറക്കുന്ന ആ സാധനങ്ങൾക്ക് ആളുകൾക്കിടയിലേക്ക് സ്പ്രെഡാകാനുള്ള മാർഗങ്ങളാണ്. അവർ ചിലപ്പോൾ ഖുർആൻ ഓതുകയാണ്, ചിലപ്പോൾ ദുആ ഇറക്കുകയാണ്, ചിലപ്പോൾ നിസ്കരിക്കുകയാണ്, ചിലപ്പോൾ നല്ല സന്ദേശങ്ങൾ അവർ അതിലൂടെ കൈമാറുകയാണ്. അത് മറ്റൊരു ലോകമാണ്. ഉലമാക്കളെ ശ്രദ്ധിക്കാൻ പറയുകയാണ്. ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ മനസ്സിലാക്കാൻ പറയുകയാണ്. അത് മറ്റൊരു ലോകമാണ്. നമുക്കതിൽ ഇടപെടേണ്ട കാര്യമില്ല. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. പക്ഷേ നമ്മൾ ദീനിന്റെ ആളുകളാണ്. അല്ലാഹു നമ്മളോട് കൽപ്പിച്ചൊരു ദീനുണ്ട്. ആ ദീൻ വിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ സമുദായത്തോട്, സമൂഹത്തോട്, ചെറുപ്പക്കാരോട് ആ ദീനിന്റെ യഥാർത്ഥ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ അവരെ കമ്പൽ ചെയ്യേണ്ടതില്ല, അവരെ നിർബന്ധിക്കേണ്ടതില്ല. കാരണം എന്താണ്? ഈ ദീനിൽ ബലാത്കാരമില്ല. ലാ